എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hsk.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ പുതിയ സ്കൂളിലേക്കോ കോഴ്സിലേക്കോ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ളതും കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. മുൻ അലോട്ട്മെൻറ്റിൽ ലഭിച്ച അതേ സ്കൂളിൽ തന്നെ, അതായത് അതേ സെയിം ഓപ്ഷൻ തന്നെയാണ് കിട്ടിയതെങ്കിൽ വീണ്ടും വിദ്യാർത്ഥികൾ പുതുതായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ സ്ഥിര പ്രവേശനം നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതിയ സ്കൂളിലേക്ക് നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെയും മറ്റന്നാളുമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക്, അതായത് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിയും 12, 13 തീയതികളായിട്ട് നിങ്ങൾക്ക് പോയിട്ട് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും, രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് കിട്ടുന്നതെങ്കിൽ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് പെർമനൻ്റ് ആയിട്ടും അല്ലാത്തവർക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടി അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ടെമ്പററി അഡ്മിഷന് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഫീസൊന്നും നൽകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതിയാകും. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.